ഷോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഓരോരുത്തരെയും കൂടി വെൽക്കം ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ മലയാള സിനിമയുടെ പ്രതീക്ഷ ഇനിയും വാനോളം ഉയർത്താൻ വേണ്ടിയിട്ട് ശരിക്കും നസ്ലിനെ ഓർമ്മയുണ്ടോന്ന് അറിയില്ല. നമ്മള് തണ്ണീർമത്തന്റെ ദിനങ്ങളിൽ ഫസ്റ്റ് ഇന്റർവ്യൂ പോയി ട്രാവലറിൽ അവിടെ തുടങ്ങിയ ബന്ധമാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ നസ്ലിന്റെ വളർച്ച കാണുമ്പോൾ ഫ്രോം ദ ഹാർട്ട് ഒരുപാട് സന്തോഷം. ഇനിയും ഉയരങ്ങളിലേക്ക് എത്തട്ടെ. സോ ഞാൻ ശരിക്കും ഗണപതിക്ക് വെച്ചാണ് തുടങ്ങേണ്ടത് അല്ലേ, ശാസ്ത്രപരമായിട്ട് അല്ലേ? പക്ഷെ ഗണപതി എല്ലായിടത്തും ഉണ്ട്. മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഏത് പടത്ത് നോക്കിയാലും ഗണപതി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇനിയും ഇതുപോലെ മലയാള സിനിമ മാത്രമല്ല എല്ലാ സിനിമയിലും വെച്ചടി കയറട്ടെ. സോ വെൽക്കം ചെയ്യുന്നു ഞാൻ ഗണപതി. ഇനി പലരും വെയിറ്റ് ചെയ്തത് ഈ ഒരു പേരിന് വേണ്ടിയിട്ടാണെന്ന് എനിക്കറിയാം. Yes, our sweet baby. Welcome Miss Kavita. ഈ തണ്ണീർമത്തന്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ അവിടെ വെച്ച് കണ്ടൊരു മുഖമാണ് നമ്മുടെ ഒരു താരം ഉൾപ്പെടുത്തിലുണ്ട്. ആരാ മനസ്സിലായോ? ഒളിഞ്ഞിരിപ്പുണ്ട്. അവിടെ ബാലഭൂമിയിലൊക്കെ വേറെ കോൺടെസ്റ്റ് ഉണ്ട്, ഒളിഞ്ഞിരിക്കുന്നവരെ കണ്ടെത്തുമെന്ന് പറഞ്ഞിട്ട്. ഇതിലെ പുതിയ കഥാപാത്രങ്ങളുണ്ട്. സിനിമയിലേക്ക് പ്രതീക്ഷയോടെ വന്നിട്ടുള്ള ഒരുപാട് താരങ്ങളുണ്ട്. അവരെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഷോൺ ജോയ്, ജോയിലോ ഏറെ പ്രതീക്ഷയുണ്ട്. പാട്ടിറങ്ങിയപ്പോ തന്നെ വൈമാനുണ്ട്. ഒരു തുടക്കമാണ്, ഗംഭീരമാവട്ടെ. അടുത്ത ഒരാളെ ഞാൻ വിളിക്കട്ടെ. എന്തെങ്കിലും പറയാൻ പിക്കപ്പ് ലൈൻ ഇല്ല അല്ല ഞാൻ പറയാനുള്ളത്. ഈ കൊണ്ടുതന്ന പെൺകുട്ടികൾ ലാസ്റ്റ് ഒന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ലാസ്റ്റ് പറയും ശിവ. നമ്മൾ പലയിടത്തും കണ്ടിട്ടില്ല. ഒരു മുഴുവൻ കൂടി ഉണ്ടാകും. ഫാമിലി സിനിമ ഉണ്ടാണോ? അത് പടം മോശമാണോ? സന്തോഷം കൊണ്ടാണോ? ഞാൻ ഇത് കൂടുതലാണോ? Onlookers Media presents with Kanga College Celebrate Campus. ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ പോകുന്നത് ഒന്നുമില്ല, വളരെ സിമ്പിളാണ്. ഇവിടെ കുറച്ച് ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾ നിങ്ങൾ വെറുതെ ചോദിക്കും, വെറുതെ ഉത്തരം പറഞ്ഞാൽ. ഓക്കെ, റെഡിയാണോ? നമുക്ക് ആരംഭിച്ചാലോ? സ്റ്റാർട്ട് ചെയ്യുന്നു. നമുക്ക് ആദ്യത്തെ ചോദ്യത്തോടു കൂടി തുടങ്ങാം. ഞാൻ ചോദിക്കട്ടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ? അതോ നിങ്ങളെന്നെ ചോദിക്കണോ? ആരും ചോദിക്കാം. നമുക്ക് ആദ്യം പടത്തെക്കുറിച്ച് തന്നെ പറഞ്ഞ് ചോദിക്കാം. പറഞ്ഞു തുടങ്ങും. എന്താണ് പ്രതീക്ഷ? എന്താണ് ആലപ്പുഴ ജിംഖാന? എല്ലാവർക്കും നമസ്കാരം. Thank you for welcoming
ആദ്യമായിട്ടാണ് ഞങ്ങളിപ്പോൾ ഒരു 3 കോളേജായി കഴിയുന്നത്. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു കിടിലൻ ഡാൻസ് പെർഫോമൻസ് ഏറെ പ്രതീക്ഷയോടും എന്താ എന്താ കേട്ടില്ല. എനിക്ക് മറ്റേ ബാഹുബലിയുടെ ഭാഷയൊക്കെ എന്തോ പറയല്ലേ, എന്താ പറഞ്ഞത്? അല്ല ഞങ്ങളോട് ഡാൻസ് ചെയ്യുന്നു അല്ല അത് കണ്ടു. അതെ. അല്ല അത് മൊത്തത്തിലാ ഞാൻ അതെ, പറഞ്ഞത്. മൊത്തത്തില് അതെ ഇത്രയും ഗംഭീര വെൽക്കമിങ് തന്നതിന് താങ്ക് യു താങ്കൾ. ഞങ്ങളെല്ലാവരും ഒട്ടേറെ പ്രതീക്ഷയോടുകൂടി ചെയ്തിരിക്കുന്ന പടമാണ് ആലപ്പുഴ ചിങ്കാന. ഒരുപാട് നാളത്തെ ഞങ്ങളുടെ പ്രയത്നം ഇതിൽ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, ഞങ്ങളുടെ സമയം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഓരോരുത്തരും ഇപ്പോൾ ലുക്മാൻ ആൻഡ് അനഘ ഇവിടെ ഇല്ല, അവർ കൂടി വരുമ്പോഴേ ഈ ടീം കംപ്ലീറ്റ് ആവുകയുള്ളൂ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു മൂവിക്ക് വേണ്ടി ട്രാൻസ്ഫോർമേഷൻ ഒക്കെ ചെയ്തിട്ട് ചെറിയ 6 pack ഒക്കെ ഇല്ലയോ? അല്ല അത് ഒറിജിനൽ ആട്ടോ. ഗ്രാഫിക്സ് എന്ന് പറയുന്നവരുണ്ട്. അതെ അതിന് വേണ്ടിയിട്ട് ഒരു മേക്കിംഗ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങളെ നിർബന്ധത്തിൽ പക്ഷെ അതൊരു കാണിച്ചത് ഇപ്പോൾ അടുത്തൊരു പടത്തിന്റെ പ്രിപ്പറേഷനിലാണ്. അപ്പോൾ അടുത്ത ക്യാരക്ടർ എല്ലാവരും ഞങ്ങൾ പറഞ്ഞു വന്നത് ആലപ്പുഴ ചിങ്കാന. അത് ഞങ്ങൾക്ക് ഒത്തിരി പ്രതീക്ഷയുള്ള, ഒത്തിരി എഫേർട്ട് ഇട്ടിട്ടുള്ള സിനിമയാണ്, ഒത്തിരി സ്ഥലത്ത് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അത് ഇഷ്ടപ്പെടും. നമ്മളുടെ ചെറുപ്പക്കാർക്ക് തന്നെ ചെറുപ്പക്കാർക്ക് ഒത്തിരി കണക്റ്റ് ആകുന്ന അല്ലെങ്കിൽ ഒത്തിരി എലമെന്റ്സ് ഉണ്ട് അതിൽ. ഫാമിലി ആയിട്ട് നിങ്ങളാദ്യം ക്ലാസ് കട്ട് ചെയ്ത് പോവുക സിനിമയ്ക്ക്, എന്നിട്ട് വീട്ടുകാരെയും കൊണ്ട് പോവുക. ഇതൊരു ഗംഭീര വിജയമാക്കി തരിക. ഒന്നുകൂടി പറയുകയാണ്, ഇത് വലിയൊരു വിജയമാക്കി തരണം. താങ്ക് യു. അല്ല ഇവരൊക്കെ ഞാൻ തൊട്ട അയൽവക്കമാണ്, ഞാൻ കൊടുങ്ങല്ലൂരാണ്. ഇവരൊന്നും സാധിക്കില്ല, ഇവരെല്ലാവരും പോകില്ല. പോയിട്ട് സിനിമ വിജയിപ്പിക്കുക. താങ്ക് യു ഗൈസ്. ആർക്കെങ്കിലും ഈ ആലപ്പുഴ ജിംഖാനയുടെ കഥ എന്താണെന്ന് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ? ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഡയറക്ടറല്ലേ? അതെ. ഏതെങ്കിലും കഥ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ? കഥ എന്തായിരിക്കും എന്ന് ഒരാൾക്ക് ആർക്കെങ്കിലും അറിയോ? പറ. എന്താ? ശ്രീദേവ് ഏത് ഡിപ്പാർട്ട്മെന്റ്? മൾട്ടിമീഡിയ. ഓക്കെ, എന്താ ജിംഖാനയുടെ ഒരു കഥ എക്സ്പെക്ടേഷൻ? ഇന്റർവ്യൂ പോയി. എന്നാലും എന്താ പറ നോക്കിക്കട്ടെ. പേരെന്തായിരുന്നു? ശ്രീദേവാണ് ഈ കഥ പറയാൻ ഈ പടം കമ്മിറ്റി. അത് പുള്ളി വളരെ സിമ്പിൾ ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ സ്ക്രീനിലേക്ക് വന്നപ്പോൾ വേറെ ലെവലേ. ഇത് ഭയങ്കര എക്സ്പെക്ടേഷൻ. അവിടെ കഴിഞ്ഞോ? ധൈര്യത്തോടുകൂടി വേദിയിലേക്ക് കടന്നു വന്ന നിങ്ങളുടെ പേരെന്താ? അപർണിക. അവിടെ നിൽക്കാമോ? മുഖത്ത് നോക്കി ചോദിക്കണം കേട്ടോ. ഒന്ന് നോക്കി പറയണം. അവന്തിക അല്ലേ? അപർണിക. ഓക്കെ അപർണിക. അല്ല ശരിക്കും വേണോ?
ഞാൻ വരാൻ പോകുന്ന ഗേൾഫ്രണ്ടിന് ലോയലായിട്ടില്ല. കമ്മിറ്റ്മെന്റ്. അതാണ് ചെടിയിലുണ്ട് വിത്ത്, ബുക്കിലുണ്ട് കുത്ത്, നീയാണ് എൻ്റെ മുത്ത്. ഒന്നും പറയില്ല, തിരിച്ചു ഒറ്റ നടത്തുകയാണ്, മുഖത്ത് നോക്കി നോക്കിയില്ലാണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. സ്പീഡ് ആവണം, നമുക്ക് സ്പീഡിൽ തീർക്കണം. ചോദ്യങ്ങൾ റെഡിയാണോ? ചോദ്യം യെസ്. പേരോ? So my name is Meghna. So my first question is to Naslan. So ഈ സിനിമയുടെ ചിത്രീകരണത്തിനിടയിൽ ഏറ്റവും നല്ല ഓർമ്മകൾ പറയാൻ പറ്റുമോ? നല്ലൊരു മെമ്മറീസ് ടു ദ ഫിലിം. ആദ്യം തന്നെ വരുന്നത് 3 ഇടിയാണ്. 3 ഇടി അത് മറക്കാൻ പറ്റാത്തൊരു ഇടിയാണ്. അത് നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. Oh, okay. അതെ. Then second question. Yeah. Second question to Baby G. Rapping ഇഷ്ടമാണോ? Rapper, English raps ഒക്കെ ഇഷ്ടമാണോ? ഇഷ്ടമില്ല സാഹചര്യം Rapping ഇഷ്ടമല്ലേ? എനിക്ക് rapping ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് rapping song ഭയങ്കര ഇഷ്ടമാണ്. So will you do a rapping song for us? അതൊരു ക്വസ്റ്റ്യനാണോ? ക്വസ്റ്റ്യൻ അല്ലാതെ പക്ഷെ നമുക്കൊരു പാട്ട് വേണ്ടേ? പാട്ട് പാടാനാണെങ്കിൽ പാട്ട് പാടുന്ന് പറയാം. ഒരു നല്ലൊരു ക്വസ്റ്റ്യൻ ആലോചിക്കും. ഞാൻ അങ്ങോട്ട് ചോദിക്കാം. എന്ത് ചോദിക്കാം താങ്കൾക്ക്? ചോദിക്കില്ല. ആ ആ ആ ആ അപ്പോ എങ്ങനെയാണ് ഒരു സോങ് ഉണ്ടാക്കുമ്പോൾ ലിറിക്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? That's why I became a rapper. Yeah. എങ്ങനെ ഉണ്ടാക്കുന്നത്? പല സാഹചര്യം. യെസ്. അടുത്ത എന്തെങ്കിലും വേറെ എന്തെങ്കിലും ചോദിക്കാൻ? ഓക്കെ. This guy would like to sing a rap for you. പാട്ട്, No, പാട്ട്. of course. Okay, she's a big fan of Drake. Okay. Yeah, here we go. ആള് വിട്ട് തോന്നുന്നുണ്ടാ. ഇല്ലില്ല, അതിപ്പോ സെറ്റ് ചെയ്യും, അതിപ്പോ സെറ്റ് ചെയ്യും. ഇല്ലില്ല, ഒരു കുഴപ്പമില്ല. ഇഷ്ടം പോലെ സംഭവം. ഓക്കെ, എടുക്കോ. വേഗ വേഗ കുഴപ്പമില്ല. അല്ലടാ ഓക്കെ, സമയമില്ല, നമുക്ക് സമയമില്ല. ഓക്കെ, എടുക്കോ, ഓക്കെ. വേഗത്തിൽ എക്സ്പെക്ടേഷൻ എന്താണ് നമുക്ക് വെച്ചിട്ടുണ്ടാകുന്നത്? ആ അതെ, അത് തിരഞ്ഞെടുപ്പത്തേക്ക് പടത്തിനെ കുറിച്ച് 2 വാക്ക് സംസാരിക്കട്ടെ. അല്ല ഗുഡ്. അപ്പോൾ ഞാനിതിലൊരു പാട്ടുകാരനായിട്ടല്ല, ഒരു ആക്ടറായിട്ടാണ്. അല്ല, ആദ്യം തന്നെ ഇത്രയും പരിപാടി നിങ്ങളൊക്കെ മേച്ച് നടക്കുന്നത് ഇവർക്കാണ് ആദ്യമായിട്ടൊരു താങ്ക് യു. അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ വന്നപ്പോൾ ആ ഒരു ഡാൻസും പരിപാടിയും ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. ഇനി പടത്തിൻ്റെ നമ്മൾ വന്ന കാര്യം പറയുകയാണെങ്കിൽ ആക്ച്വലി ഞാനൊരു പാട്ടുകാരനായിട്ട് റാപ്പറായിട്ട് ഇൻഡസ്ട്രിക്ക് വരികയാണ്. അതിനുശേഷം ഒരു പ്യുവർ ആക്ടിങ് പരിപാടി ഓട്ട് പിടിച്ചൊരു പടമാണ് എൻ്റെ ലൈഫ് ടൈമിൽ ആദ്യമായിട്ട് ആലപ്പുഴ ജിംഖാന. സോ April 10th അതിൻ്റെ റിലീസാണ്. ഒരു ഭയങ്കരമായിട്ടുള്ള സീരിയസ് ആയിട്ട് തോന്നും, പക്ഷെ കോമഡി ആയിട്ട് നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പണി ഖാലിദ് റഹ്മാനിക്ക ചെയ്തു വെച്ചിട്ടുണ്ട്. അത് ജിപ്സി ഖാലിക്ക അത് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കോമഡിയുടെ കൂടെ തന്നെ പിടിച്ചു നിൽക്കുന്ന രീതിയിൽ റൊമാൻറ്റിക്കും റൊമാൻറ്റിക്കും അല്ലല്ലേ റൊമാൻസ്
റൊമാൻസ് ഉണ്ട്, ഭയങ്കര ടെക്നിക്കലി നമ്മൾ മാക്സിമം കളക്ട് ചെയ്തിട്ട് എന്താ പറയുക ത്രോ ചെയ്തിട്ടുള്ള ബോക്സിങ് പരിപാടികളുണ്ട്. സോ എല്ലാ എലമെൻസും ഉണ്ട്. ഫാമിലി, ടീനേജ് എല്ലാ ആൾക്കാർക്കും കാണാൻ പറ്റിയ പടമാണ്. ഞാനിവിടെ വന്നിട്ട് പടത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ പറയല്ല, സീരിയസ്ലി എല്ലാവർക്കും പോയി കാണാൻ പറ്റുന്ന പടമാണ്. അപ്പൊ എല്ലാവരും പോയി കാണല്ലേ? ഓക്കെ, അപ്പൊ അടിപൊളി. സോ കണ്ടുപിടിച്ച അപ്പൊ പാടിക്കോ. Black leather gloves, no secret. Buttons on the jacket, it's a leash. Nike gloves, body got a piece in it. Got it down, but really it's a piece in it. I will show you how to get it. I go right foot up, left foot slide, left foot up, right foot slide. Basically, the way you're about to slide in. Can't let this one slide in. Don't you wanna dance with me? No, I could dance, I could jam. I could give you like a passion. It's a killer in the trap. Very fun. Baby, don't you wanna dance with me? No, I could dance like a jam. I could give you satisfaction. And every day I wanna show you how to get it. Right foot up, left foot slide, left foot up, right foot slide. Basically, I said either way you got to slide. Hey, can't let this one slide. Hey. റാപ്പ് അടിപൊളി. താങ്ക് യു സോ മച്ച്. കാരണം പെട്ടെന്ന് വന്ന് പറയാം. അപ്പോൾ എല്ലാവരും പരിപാടി ഉഷാറാക്കി തരണം. പണം 10-ാം തീയതി പോയി കാണണം. വേറെ ഒന്നും പറയാനില്ല. സന്തോഷം കണ്ടതിലും നടന്നതിലും മനസ്സിലാക്കിയതിലും. താങ്ക് യു സോ മച്ച്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? ആരാണ് അടുത്ത ക്വസ്റ്റ്യൻ? ഉഷാറോ ഉഷാറോ പേര് പറഞ്ഞോ, ഏത് ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് പറഞ്ഞോളൂ കേട്ടോ. അഭിരാമി. ആ ബികോമാരില്ലേ? ഓക്കെ, അഭിരാമി എന്റെ ക്വസ്റ്റ്യൻ ജസ്മിന്റെ അടുത്താണ്. ഇപ്പൊ കോമഡി ആയിട്ടും അതുപോലെ തന്നെ ഫണ്ണായിട്ടുള്ള ക്യാരക്ടേഴ്സ് ഒരുപാട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടറുടെ കുരുതിയിലുണ്ടായിരുന്നു. കുറച്ച് സീരിയസ് ടൈപ്പ് ഓഫ് ക്യാരക്ടർ ആയിരുന്നു. സോ ഈ രണ്ട് ക്യാരക്ടർ വെച്ച് നോക്കുമ്പോൾ കൂടുതൽ ചെയ്യാനായിട്ട് ഇഷ്ടം ഏത് ടൈപ്പ് ക്യാരക്ടറാണ്? എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഹ്യൂമർ കലർന്നിട്ടുള്ള ക്യാരക്ടർ ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അത് കുറച്ചുകൂടി കംഫർട്ടബിൾ ആണ് എന്ന് കരുതി ഇതേപോലത്തെ സീരിയസ് ക്യാരക്ടർ ചെയ്യാൻ ഇഷ്ടമല്ലാതല്ല, അത് നല്ലത്. ഇപ്പം ഇതും ഒരു കോമഡി പരിപാടിയിൽ നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം കോമഡി ക്യാരക്ടേഴ്സ് ചെയ്യാന്നുള്ളതാണ്. പക്ഷെ എന്നെ തന്നെ ബ്രേക്ക് ചെയ്യണമെന്നുണ്ട്. ഈ പ്രേമലു 2 ഉണ്ടാവോ? ഉറപ്പായിട്ടും. എങ്ങനെ യൂട്യൂബിലായിരിക്കും ഷൂട്ട്? അതിന്റെ ബാക്കി ഡീറ്റെയിൽസ് ഒന്നും പുറത്തുവിടുന്നില്ല. ഓക്കെ, ഏതായാലും പ്രതീക്ഷയിലാണ് പ്രേമലു 2 അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. കുട്ടിക്കാലത്തെ പാഷൻ എന്തായിരുന്നു? എങ്ങനെയാണ് സിനിമയിലേക്ക് എത്തിച്ചേർന്നത്? ഞാൻ എന്താണെന്നറിയോ, ഇങ്ങനെ പുതിയ ആളുകൾ ഭയങ്കര ഇൻസ്പിറേഷനാണ്. കാരണം ഒരുപാട് പേര് ആഗ്രഹിക്കുന്നു സിനിമയിലേക്ക് വരാൻ വേണ്ടിയില്ലേ? അപ്പോൾ അവർക്കൊരു ഇൻസ്പിറേഷൻ ആണ്. എങ്ങനെയാണ് സിനിമയിലേക്ക് എത്തിയത്? ഒരു പേരിന്റെ പാഷൻ ഉണ്ടായിരുന്നോ ഈ സിനിമയിലേക്ക് വരാൻ വേണ്ടിയിട്ട്? ചെറുപ്പം തൊട്ടാഗ്രഹം എനിക്ക് സിനിമയിലൊരു പാട്ടാണെന്ന് ആഗ്രഹം. ഞാൻ കുറേ ഓഡിഷൻസ് കഴിച്ചിട്ടുണ്ട്. പല എനിക്ക് മനസ്സിൽ കാരണം എനിക്ക് പണ്ടായപ്പോൾ ഞാൻ ചെയ്തിട്ട് അറിഞ്ഞത് അതാണ്. ഞാൻ 4 years പ്രൊഫഷണൽ ഓൺലൈനിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ട് ഓഡിഷൻ ട്രൈ ചെയ്യാൻ പറ്റുമെന്ന് അങ്ങനെ ഞാൻ ട്രൈ ചെയ്തു. എനിക്ക് ഏറ്റവും വലിയ ബെസ്റ്റ് ടീമിലൂടെ എൻ്റെ മൂവി
മാസ്റ്റർ പീസിനായിട്ടുള്ള ഡയറക്ടേഴ്സ്. അപ്പോൾ അവരുടെ കൂടെ എനിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത് ഇവൻ ജിംഷി കാടി, പിന്നെ ആരൊക്കെ ലുക്മാൻ, അവിടെ ലെസ്ലി, ശിവ, എല്ലാവരുടെ കൂടെ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്ത വണ്ടർഫുൾ ബെസ്റ്റ് അനുഗ്രഹം. നിങ്ങളെല്ലാവരും സിനിമ കാണില്ലേ തിയേറ്ററിൽ പോയിട്ട്? കാണണം, എല്ലാവരും കാണുന്ന പ്രതീക്ഷിക്കുന്നു. നിങ്ങളെല്ലാവരും കാണുന്നു വിചാരിക്കുന്നു. താങ്ക് യു. വേണ്ടി പ്രാർത്ഥിക്കില്ല കൃഷ്ണ. അതാണ് കൃഷ്ണ പ്രാർത്ഥിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചോ. എൻ്റെ പേര് ഫർസാന, ഞാൻ ബി വോക്കിലാണ് പഠിക്കുന്നത്. ചോദ്യം നെസ്ലിനോടാണ്. നേരത്തെ ഇവിടെ ഫ്രീ ആയിട്ടൊക്കെ ഒത്തിരി പേരുണ്ട്. എന്നാലും ഒരു ചോദ്യം ചോദ്യമല്ലേ? നേരത്തെ പറഞ്ഞു ഹ്യൂമർ റോൾ ചെയ്യാനാണ് കൂടുതൽ ഇഷ്ടം എന്ന് പറഞ്ഞു. ഇവിടെ കഴിഞ്ഞൊരു വട്ടം സലീം കുമാർ സാർ വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരാളെ ചിരിപ്പിക്കാനായിട്ട് ഒത്തിരി ടഫാണെന്നുള്ളത്. പിന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ ആ ഒരു ഫീൽഡ് സെലക്ട് ചെയ്തത് കൂടുതലും ഹ്യൂമർ റോൾ? അല്ല, എനിക്ക് പൊതുവെ ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളതാണ് എനിക്ക് എല്ലാവർക്കും തന്നെ. മറ്റൊരാളെ ഹാപ്പി ആക്കാൻ എന്നുള്ളൊരു വലിയ കാര്യമാണ്. കാർത്തിയോട് ഒരു കാര്യം ചോദിക്കട്ടെ. ശരിക്കും നമ്മൾ എനിക്ക് ലോക്ക്ഡൌണിന് ശേഷമാണ് കാർത്തി കൂടുതൽ ഈ ഡിജിറ്റലിലേക്ക് കൂടുതൽ കിട്ടുന്നു പറഞ്ഞിട്ട്. അന്ന് എനിക്ക് തോന്നുന്നു പിക്കപ്പ് ലൈൻ അത്രയും പോപ്പുലർ ആയിട്ടുണ്ടായിരുന്നില്ല മലയാളത്തിൽ. എനിക്ക് തോന്നുന്നു നിങ്ങൾ കുറെ ബാച്ച് ആയിരുന്നു ഇതിലേക്ക് കൂടുതൽ. എന്തുകൊണ്ട് ഈ പിക്കപ്പ് ലൈൻ ഒരു തോന്നൽ ശരിക്കും കാർത്തിക്ക് ഉണ്ടായത്? എന്തോ കേട്ടില്ല. ഈ പിക്കപ്പ് ലൈൻ എന്ന് പറയുന്ന തോന്നുന്നുണ്ടല്ലോ നമ്മൾ. എനിക്ക് തോന്നുന്നു ലോക്ക്ഡൌണിന്റെ ടൈമിൽ കാർത്തിക്കും അന്നും ചെയ്ത കുറെ ടീമായിരുന്നു ഇതിനെ മലയാളത്തിൽ കുറച്ചുകൂടെ ട്രെൻഡാക്കി മാറ്റിയത്. അങ്ങനെ തോന്നിട്ട് ഫസ്റ്റ് വരാൻ കാരണം എന്തായിരുന്നു? അതോ അഭിപക്ഷിനിയുടെ ഒരു ഫ്ലോറിൽ വന്ന് അങ്ങനെ വന്നതാണോ? ശരി, പിക്കപ്പ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മെച്ചൂർഡ് അല്ലാത്ത കാലത്ത് പറഞ്ഞു നടന്നുകൊണ്ടിരുന്നതാണ്. ഇപ്പൊ മെച്ചൂറാണ് അല്ല, ഞാൻ ഓരോന്ന് പഠിച്ചു വരുന്നു. അനുഭവങ്ങളാണല്ലോ നമ്മളെ പഠിപ്പിക്കുന്നത്. ഓക്കെ, അതാ എന്നിട്ട് പിന്നീട് അങ്ങനെ ഒരു മീൻസ് ഈ പറഞ്ഞൊരു ഒരു പാഷനായിട്ടോ അല്ലെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊരു ചിന്തയുണ്ടായില്ല. പാഷനൊന്നുമല്ല, നമ്മൾ ഓരോ സീസണിൽ ഓരോന്ന് ട്രൈ ചെയ്യും. നമ്മൾ ഓരോ കാലഘട്ടത്തിനനുസരിച്ച് മാറണമല്ലോ, അപ്ഡേറ്റ് ആണല്ലോ. ഇതിൽ പുതിയ പ്രോജക്റ്റായിട്ട് ഞാൻ തുടങ്ങി, ഓരോ ചാപ്റ്ററായിട്ട് തുടങ്ങി. കുറേ കാര്യം പഠിക്കാൻ പറ്റി, ഓരോന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നു. പഴയതപ്പോൾ നമ്മൾ പതുക്കെ മാറ്റുന്നു, പുതിയത് പഠിക്കുന്നു, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് ഓരോന്ന് നമ്മൾ സ്റ്റക്കാവുന്നില്ല. ഓക്കെ, കാർത്തികിന്റെ ഒരു റോൾ എന്താണ്? റോള് കോമഡി ആണെങ്കിലും ഉള്ളതിൽ ഏറ്റവും കൊച്ചു പയ്യൻ ഞാനാണ്. നിങ്ങളത്രയും പ്രായമൊക്കെ ഉള്ളൂ, അതുകൊണ്ടാണ് ഇങ്ങനെ മണ്ടപ്പുറമൊക്കെ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ക്രിസ്റ്റഫർ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ്. ചെറുതായിട്ട് ബോസിങ് ചെയ്യും, പക്ഷെ കോമഡിയാണ്. അങ്ങനെ ഇത്രയൊക്കെ ഉള്ളൂ. വളരെ സിമ്പിളാണ്. ഓക്കെ, താങ്ക് യു കാർത്തി. അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളവർ ഒന്ന് ആക്റ്റീവായിട്ട് വീട്ടിലോട്ട് വരണേ. നമുക്ക് പെട്ടെന്ന് ചോദിക്കാം. ചോദിച്ചോ. എൻ്റെ പേര് കൃഷ്ണ, ഗണപതി ചേട്ടനോടാണ് ഗണപതി ചേട്ടനോട്. മിക്ക കോളേജിലും ഇങ്ങനെ ഒരു ഫേമസ് ആണല്ലോ മറ്റേ പാലും പഴം. അത് മിക്ക കോളേജിലും നമ്മൾ കേട്ടിട്ടില്ല. ഞങ്ങൾക്ക് വേണ്ടി അതൊന്നും ഒന്നും പറഞ്ഞോ. കൈയെടുത്തോ. എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു ഫോർ ഹാവിങ് അസ് ഹിയർ. വളരെ സന്തോഷമുണ്ട് ആലപ്പുഴ പ്രൊമോഷൻസ് എത്താൻ കഴിഞ്ഞാലും നിങ്ങളോട് സംസാരിക്കാൻ കഴിഞ്ഞിട്ട്. പാലപ്പുഴ ഞാൻ എവിടെയും പാടാറില്ല. ഇപ്പോൾ കുറേ കാലം വേറെ പാട്ട് പാടിയാൽ പറയാം. പിന്നെ പാടോ? ആലപ്പുഴ പാടാൻ പറ്റില്ല, സോറി. പവിഴമല്ലി പ്രണയവല്ലി പുഞ്ചിരിച്ച ദിവ്യരാഗം പൂക്കളും പുഴകളും പൂകിരാവിയറയും ഭൂമി സുന്ദരം പവിഴമല്ലി പൂക്കുലഞ്ഞ ദിവ്യമാനം പ്രണയവല്ലി പുഞ്ചിരിച്ച ദിവ്യരാഗം പൂക്കളും പുഴകളും പൂകിരാവിയറയും ഭൂമി സുന്ദരം. താങ്ക് യു. ശരിക്കും പാലപ്പഴത്തേക്കും നന്നായിട്ടുണ്ടോ? താങ്ക് യു. എന്നാ നിങ്ങൾ പാടിക്കാം. റെഡി? അവിടുന്ന് പാടാം, ഒരുമിച്ച് പാടാം. റെഡി? 1 2 3 സ്റ്റാർട്ട്. പാലും പഴവും
നസ്ലിന്റെ ഒരു ഫേമസ് ഡയലോഗ് ഉണ്ട്. നിനക്കൊക്കെ നാണല്ലടാ ഈ പെണ്ണുങ്ങളുടെ പിന്നാലെ നടക്കാനെന്നുള്ളത്. അതിലേക്ക് ഞാൻ വരുന്നത് ഈ ഇരിക്കുന്ന കുട്ടികളെ കണ്ടിട്ട് അത് മാറ്റി പറയണമെന്ന് തോന്നുന്നുണ്ടാ. ബൈക്ക് പോലും ആരാണ് എടുത്തോണ്ട് ഓടിക്കുന്നത്. ഓക്കെ, എല്ലാ കോളേജിലും പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഈ ഡയലോഗ് പറയിപ്പിക്കും. എനിക്ക് ഒരു തരത്തിലും ഞാൻ യോജിക്കുന്നില്ല. കാരണം കോളേജുകളിൽ സുന്ദരിമാർ ഒത്തിരി ഉള്ള ഈ കോളേജുകളിൽ നമ്മുടെ ഈ കമൽ കോളേജിനെ കുറിച്ചാണ് നിങ്ങൾ പറഞ്ഞത്. അത് തീർച്ചയായിട്ടും സുന്ദരികളാണോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഒരു സെക്കൻഡ്, സുന്ദരന്മാരുണ്ടെന്നുള്ള കാര്യം. സുന്ദരന്മാരും ഉണ്ട്. സുന്ദര, എന്റെ പേര് സ്നേഹ, ഞാൻ സോഷ്യോളജി ഡിപ്പാർട്ട്മെന്റ് ആണ്. എന്റെ ചോദ്യം നെസ്ലിനോടാണ്. തണ്ണീർമത്തൻ ദിനങ്ങളിൽ അഭിനയിച്ചത് ഏറ്റവും കൂടുതൽ ഷോർട്ട് പോയ സീൻ ഏതാണ്? ഏറ്റവും കൂടുതൽ ടേക്ക് പോയത് ഏതാണ്? എൻ്റെ ഫസ്റ്റ് ഷോട്ടായിരിക്കും മിക്കവാറും. അത് എനിക്ക് ഓർമ്മയില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് ടേക്കാണെന്നുള്ളത്. പിന്നെ ആ കടയുടെ അകത്തുള്ള സീക്വൻസ് ഒക്കെ ഒത്തിരി ടേക്ക് പോയിട്ടുള്ള, അതൊക്കെ ഒത്തിരി ടേക്ക് പോയിട്ടുള്ളതാണ്. എൻ്റെ ഫസ്റ്റ് മൂവി ആയതുകൊണ്ട് അതിൽ ഒത്തിരി മിസ്റ്റേക്സ് ഞാൻ വരുത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വേഗം ചോദിക്കാമോ? ഞാൻ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റാഫാണ്. എൻ്റെ ചോദ്യം ഗണപതിയോടാണ്. നമ്മൾ പാലും പഴം എന്ന് പറയുന്ന ആ ഒരു സീരിയൽ നിന്നും അദ്ദേഹം ചെറുപ്പത്തിലെ ഇൻഡസ്ട്രിയിൽ വന്ന ഒരാളാണ് സർ. അപ്പോൾ ഇപ്പോൾ വർഷം ഇവിടെ എത്തി നിൽക്കുമ്പോൾ സാറിൻ്റെ ഒരു ഇവല്യൂഷനെ പറ്റി, ആക്ടിങ്ങിൽ ഉണ്ടായിരുന്ന ആ ഒരു ഗ്രോത്തിനെ പറ്റി നമ്മുടെ അടുത്ത് ഒന്ന് ഷെയർ ചെയ്യാമോ? ഗ്രോത്ത് എന്ന് പറയുന്നത് നിങ്ങൾ നിർണ്ണയിക്കേണ്ടതാണ്. എനിക്ക് പറയാൻ കഴിയുന്നില്ല. കാരണം ഓരോ സിനിമ കഴിയുമ്പോഴും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ഡയറക്ടേഴ്സിലൂടെ ഓരോ ടെക്നീഷ്യനിലൂടെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് പുതിയ അനുഭവങ്ങളാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അതിലൂടെ നമ്മൾ വളരാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഗ്രോത്ത് നിർണ്ണയിക്കുന്ന ജനങ്ങളാണ്. ഈ ഫൈവ് സ്റ്റൈൽ എക്സിസ്റ്റിംഗ് അത് വളരുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. താങ്ക് യു. ഞങ്ങളോട് തന്നെ എനിക്കത് പറഞ്ഞു പോകുന്ന ഒരു കാര്യമാണ് പ്രാഞ്ചിയം എന്ന് പറയുന്ന സിനിമയിലെ ആ പെർഫോമൻസ്. ഇപ്പോഴും ഞാൻ ഈ അടുത്ത് കണ്ടപ്പോഴും മമ്മൂട്ടി എന്ന് പറയുന്നൊരു മഹാനടനോട് മുഖത്ത് നോക്കി പോടാ എന്ന് പറഞ്ഞ ഒരേ ഒരു ആർട്ടിസ്റ്റ് തിരക്കി കിടന്നു മാത്രമായിരുന്നു. ആ ഒരു ക്യാരക്ടർ ചിലപ്പോൾ നമുക്ക് ചിന്തിക്കാനുള്ള ഒരു പ്രായമോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഉണ്ടായിരുന്നില്ല. അത് ചെയ്യുമ്പോൾ ഒരു ഓർമ്മ അല്ലെങ്കിൽ ആ ഒരു പെർഫോമൻസ് ഇപ്പോഴും ചിന്തിക്കുന്നതൊക്കെ തോന്നുന്നു. ഉറപ്പായിട്ട് എനിക്ക് തൃശ്ശൂർ വളരെ പ്രിയപ്പെട്ട ഒരു സ്ഥലമാണ്. കാരണം വെച്ചാൽ പ്രാഞ്ചേട്ടനിലാണ് ഞാൻ ആക്ച്വലി സിനിമയെ സൈഡിൽ കാണാൻ തുടങ്ങിയത്. പ്രാഞ്ചേട്ടനോടെയാണ്. അതുവരെ വിനോദയാത്രയൊക്കെ ചെയ്യുമ്പോൾ ഈ അഭിനയിക്കുകയാണെന്നുള്ളൊരു കോൺഷ്യസ്നെസ്സും പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ കോൺഷ്യസ് വരുമ്പോഴാണ് നമ്മൾ കൂടുതൽ പേടിക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത് വരുമ്പോഴാണ് നമ്മൾ കൂടുതൽ കുറച്ചും കൂടെ ഇമ്മച്ചുവറായിട്ട് അഭിനയിക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ ആ സമയത്ത് നമ്മൾ പഠിക്കാൻ, കാരണം രഞ്ജിത്ത് സാർ, മമ്മൂക്ക, ഇന്നസെൻ്റ് ഏട്ടൻ, ജഗതി ചേട്ടൻ, ഒരുപാട് ലെജൻസിൻ്റെ കൂടെ ഉള്ളൊരു കോമ്പിനേഷൻ സീൻസ് കിട്ടിയെന്നുള്ളതാണ് ആ സിനിമയുടെ ഞാൻ ഇന്നും ഓർത്തു വയ്ക്കുന്ന എൻ്റെ പ്രഷർ എന്ന് പറയുന്നത്. അപ്പോൾ ആ സിനിമ തൃശ്ശൂർ, കേരളം കൂടെ തൃശ്ശൂർ ഭയങ്കരമായിട്ട് നെഞ്ചിലേറ്റൊരു സിനിമയായിരുന്നു. അപ്പോൾ ഞാൻ കഴിഞ്ഞ കോളേജിൽ പറഞ്ഞിരുന്നു, ഞാനിങ്ങനെ ആ സമയത്ത് ആ പടം ഇറങ്ങിയ സമയത്ത് ഒരു പണ്ടത്തെ ഒരു റീചാർജ് കൂപ്പൺ ഉണ്ടല്ലോ നമ്മളിങ്ങനെ ചുരണ്ടത്. അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടി തൃശ്ശൂർ ഒരു കടയിൽ ചെന്നിട്ട് 100 രൂപയുടെ ഒരു റീചാർജ് കൂപ്പൺ വാങ്ങിക്കുമ്പോഴത്തേക്ക് അതിന് പൈസ കൊടുക്കാൻ പറയുമ്പോൾ നീ എന്തുകൊണ്ടാ പൈസ തന്നെ, നീ അവിടെ ബ്രാഞ്ചിൻ്റെ ചെക്കനല്ലേ. അത്രയ്ക്കും സ്നേഹമാണ് തൃശ്ശൂർക്കാർക്ക് ബ്രാഞ്ചിയായിട്ട് തോന്നുന്നത്. അപ്പോൾ ആ സിനിമയിലാണ് അതുവരെ ഞാൻ പ്രോംപ്റ്റിംഗ് എന്ന് പറഞ്ഞൊരു പരിപാടി എൻ്റെ കയ്യിലുണ്ടായിരുന്നു. കാരണം വെച്ചാൽ ഞാൻ ആദ്യം സീരിയലിൽ നിന്ന് തുടങ്ങിയത് ഷോർട്ട് ഫിലിം, ഞാൻ അബിക് ആർട്ടിസ്റ്റായിരുന്നു. അതിൽ നിന്ന് സീരിയൽ, ഷോർട്ട് ഫിലിംസ്, അങ്ങനെ സിനിമയിലേക്ക് എത്തിയ ഒരാളാണ് ഞാൻ. അപ്പോൾ എനിക്ക് ചില സിനിമകളിൽ ഈ പ്രോംപ്റ്റിംഗ് എന്നുള്ള സാധനമുണ്ട്. അതായത് നമ്മൾ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഡയലോഗ് ബാക്ക് ചെയ്ത് പറഞ്ഞുതരും. അപ്പോൾ നമ്മൾ നീ എന്താ നെറ്റിയിലേ പറഞ്ഞു, നീ എന്താ ഇവിടെ നെറ്റിയിലേ ബാക്കിൽ ഇങ്ങനെ പ്രോംപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അത് നിന്നത് ആ സിനിമയിൽ നിന്നാണ്. അന്ന് മമ്മൂക്കയാണ് എന്നോട് പറഞ്ഞത്, നീ എന്തിനാ പ്രോംപ്റ്റ് ചെയ്യണം, എനിക്ക് എത്ര പ്രായം മതി, എനിക്ക് എത്ര പ്രായം തന്നെ, എനിക്ക് 55 വയസ്സായി, എന്നിട്ട് ഞാൻ പ്രോംപ്റ്റ് ചെയ്യുന്നില്ല, അപ്പം നീ പ്രോംപ്റ്റ് ചെയ്യണ്ട. അങ്ങനെയാണ് അവിടെ തന്നെ പ്രോംപ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ഒരുപാട് പാഠങ്ങളുള്ള സ്ഥലമായിരുന്നു പ്രാഞ്ചിയായിട്ടുള്ള സിനിമ ആയിരുന്നു. സോ താങ്ക് യു. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചോ. എൻ്റെ പേര് സിയോ, ഞാൻ വിദ്യാർത്ഥിയാണ്. പക്ഷേ ഇപ്പോൾ തണ്ണീർമത്തൻ
സിനിമകൾ ചെയ്തു, പ്രേമല് ചെയ്തു, ഇപ്പോൾ ആലപ്പുഴ ചിങ്കാനം സംഭവിക്കുന്നു. ഇപ്പോൾ ഓരോ കൺസെപ്റ്റ് എന്തായിട്ട് പറഞ്ഞാൽ പല ക്യാരക്ടേഴ്സാണ്. അപ്പോൾ ഈ ക്യാരക്ടേഴ്സ് അഭിനയിക്കാൻ പോകുമ്പോൾ എങ്ങനെയാണ് ഇതിനുവേണ്ടി പ്രിപ്പയർ ആക്കുന്നത്? ഇതിൽ പ്രിപ്പറേഷൻ വളരെ കുറവാണ്. ഞാൻ കൂടുതലും ഞാൻ കൂടുതലും അല്ലെങ്കിൽ ഡയറക്ടേഴ്സിനോടും അല്ലെങ്കിൽ അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിനോടുമാണ് ഞാൻ കൂടുതൽ സംസാരിക്കുന്നത്. അപ്പോൾ ഡയറക്ടേഴ്സ് പറയുന്നത് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. അതിൻ്റെ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സ്വയമായി പടത്തിലേക്ക് കൊണ്ടുവരുന്നത് അല്ല, ഇതിൻ്റെ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ പ്രിപ്പയർ ചെയ്യാറില്ല. പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒത്തിരി കൺഫ്യൂസ്ഡ് ആവുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ പോയി ഒരുപാട് പണി കിട്ടിയിട്ടുണ്ട്, ഒരുപാട് ടേക്സ് പോയിട്ടുണ്ട്. കൂടുതൽ പ്രിപ്പയർ ചെയ്യാതെ അവരെന്താണോ പറയുന്നത് അതിൽ നിന്ന് നമുക്ക് മനസ്സിലായത് എന്താണോ അതാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഈ നന്ദേടൻ നോയിനോട് ചോദിക്കാനൊന്നും ആരുമില്ലേ? ഞാൻ ചോദിക്കട്ടെ, ഉണ്ടോ? ആരോടാ? നന്ദേടനാണോ? വാ, ചോദിക്കാനുണ്ടോ? നന്ദേടോ? നന്ദേടാണോ? ആരോടാ ചോദിക്കുന്നത്? നസ്ലിനോ? എന്നോട് അത്രയും പേര് വിളിപ്പിക്കല്ലേ? ചോദിച്ചോ, പെട്ടെന്ന്. അപ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻ വെച്ചിട്ടുണ്ടെങ്കിൽ തൻ്റെ മന്ദിരങ്ങളിൽ ഗിരീഷ് സാറിൻ്റെ ഒപ്പം വർക്ക് ചെയ്തതിനു ശേഷം പ്രേമലൂരിൽ ഡയറക്ടറായിട്ട് വന്നപ്പോൾ ഗിരീഷ് സാറിൻ്റെ ഒരു ഡയറക്ഷനിൽ ഒരു ഡിഫറൻസ് എന്താണ്? എനിക്കൊരു ഡിഫറൻസ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തോന്നുന്നില്ല. എനിക്ക് എന്നെ അന്ന് എങ്ങനെയാണോ കാണുന്നത് ഗിരീഷനെ അതേപോലെ തന്നെയാണ് ഇപ്പോഴും കാണുന്നത്. ഒരു കുഞ്ഞനെ പോലെ തന്നെയാണ് എനിക്കിപ്പോഴും ട്രീറ്റ് ചെയ്യുന്നത്. അന്നുള്ള അതേ ഫ്രീഡം തന്നെ എനിക്കിപ്പോഴും ഉണ്ട്. ഒരു ചേട്ടൻ്റെ പോലെ തന്നെയാണ്. ഓക്കെ, താങ്ക് യു. നന്ദ, എന്താണ് പ്രതീക്ഷ? അതിപ്പോഴും ചിങ്കാന ഒരു ന്യൂ ഫേസ് ആണ്, പുതിയ ഓപ്പണിംഗ് ആണ് അല്ലേ? ആണല്ലേ? ഭയങ്കര എക്സൈറ്റഡ് ആണ്. പിന്നെ ഫസ്റ്റ് മൂവി മൂവി ചെയ്യാന്ന് പറയുന്നത് വളരെ ലക്കാണ്. ആ ഒരു ലക്ക് കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. പിന്നെ എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് അനുപമ എന്നാണ്. എല്ലാവരും പോയി കാണണം. അത്രേ ഉള്ളൂ. ഈ നന്ദയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. നന്ദയുടെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് സിനിമയിൽ. ആർക്കെല്ലാം അറിയോ? അറിയോ? അല്ല, നന്ദയോടല്ല, ഞാൻ ഇവരോട് ചോദിച്ചത്. ആർക്കെല്ലാം അറിയാം? നമ്മുടെ സിനിമയിലെ നിഷാൻ കേട്ടിട്ടുണ്ട്. നിഷാൻ സാറ് വിരൽ തൊട്ടാൽ വിരിയുന്ന പെൺപൂവേ. ഓ, അറിയോ? അല്ലേ? അദ്ദേഹം ആരാണ്? എന്തോ പറയുന്നത് ആരാണ്? നിശാന്ത് സാഗറിന്റെ മോളാണ്. നോയില. യെസ്. അപ്പോ പറഞ്ഞോളൂ. ആദ്യ സിനിമയല്ല? അല്ല, ഫസ്റ്റ് സിനിമയല്ലേ? പൂക്കാലത്തിലുണ്ട്. ഓക്കെ. അപ്പോ ഇതിലേക്ക് എങ്ങനെയാണ് ഇതിന്റെ കഥാപാത്രങ്ങൾ? Yeah, before I tell you about how I got into the film, I answer your question. I am also a Carmelite myself. And I am so happy to be here after ഇവിടെയല്ല പഠിച്ചത്. ഞാൻ ഭോപ്പാൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് പഠിച്ചത്. MP എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അവിടെ 10 കൊല്ലം ഞാൻ എൻ്റെ സ്കൂളിൽ ചെയ്തത് കാർമൽ കോൺവെന്റ് സ്കൂളിലാണ്. അപ്പോൾ സിസ്റ്ററിനൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. ഇപ്പോൾ മാം പറഞ്ഞില്ലേ, that the vibe of Carmel is changing. I could see that. I could very well see that because ഞാൻ പഠിച്ച കാർമലിൽ ഇങ്ങനത്തെ പാട്ടൊന്നും ഇങ്ങനെ പ്രൊമോഷൻസ് ഒന്നും നടത്താനും അല്ലെങ്കിൽ സിനിമയിലത്തെ പാട്ട് നമ്മൾ യൂസ് ചെയ്യാനും ഒന്നും അലൗ ചെയ്തിട്ടില്ല. അപ്പോൾ താങ്ക് യു ഫോർ അലൗവിങ് us. Thank you for letting us express ourselves. It's very nice to see that. And coming to your question, ഈ പടത്തിൽ വരുന്നത് ഓഫ് കോഴ്സ് ഞാൻ എൻ്റെ പ്രൊഫൈൽ അയച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഒരു 3 പ്രാവശ്യമാണ് ഞാൻ ഇതിന് ഓഡിഷൻ ചെയ്തത്. ഒരു പ്രാവശ്യം ഞാൻ
ഒക്കെ നടക്കുന്ന സ്ഥലത്ത് വന്ന് പിന്നെ ഒരു ഓഡിഷൻ ചെയ്തു. അപ്പോൾ ഞാൻ വിൽ ഐ ഗെറ്റ് ഇറ്റ് അപ്പോഴാണ് ഒന്നും കൂടി സെറ്റിലേക്ക് വന്നൊന്ന് ഓഡിഷൻ ചെയ്യാമോ എന്ന് പറഞ്ഞ് ഞാൻ സെറ്റിലേക്ക് വന്നത്. അവിടെ ഓഡിഷൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ I was tired. I was like, oh, when will it? Just tell me yes or no. And a few days later is how I got the film. They told me I'm in the film. ആലപ്പുഴയിലേക്ക് വണ്ടി വിടാണ് വന്ന് കയറിയിരുന്നോ എന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഞാൻ ഈ പടത്തിലേക്ക് വരുന്നത്. ഇനി എന്തായാലും പ്രതീക്ഷയാണ് ഒരു ബിഗ് കാര്യം സ്റ്റാർ ആവട്ടെ ഈ സിനിമയിലൂടെ. ഫ്രാങ്കോ ബ്രോ, ഈ സിനിമയുടെ ലുക്കാണ് എന്നെ കഥാതെ ആകർഷിച്ചത്. അതെന്താണെന്നറിയോ, എല്ലാവർക്കും ഹെയർ സെറ്റ് സ്റ്റൈൽ സെറ്റായി വൈകിട്ടായി. എനിക്ക് മാത്രം ഹെയർ എന്താ ചെയ്യേണ്ടത് കിട്ടുന്നില്ല. ബാക്കി എല്ലാവരും ഇങ്ങനെ സൈഡൊക്കെ എടുത്ത് റെഡിയാക്കി ബസ് കട്ടൊക്കെ അടിച്ച് അങ്ങനത്തെ പരിപാടിയൊക്കെ ആയിരുന്നു. എനിക്കൊന്നും ചെയ്യുന്നില്ല. അവസാനം ജിംഷിക്കാണ് വന്നത്, നമ്മുടെ ക്യാമറമാൻ ജിംഷിക്കാന്ന് പറഞ്ഞു ഫുൾ ബോണ്ടേക്ക് ഞാൻ പറഞ്ഞു. അപ്പൊ എന്നെ പോയി ചെയ്തു. അങ്ങനെ ഉണ്ടായതാണ്. അതന്നെയായിരിക്കും ഹെയർ, അതന്നെയായിരിക്കും കളർ. ഇവരെല്ലാം ഈ പറഞ്ഞ പോലെ സിക്സ് പാക്കിന് വേണ്ടി മാക്സിമം എഫേർട്ട് എടുത്തു ചെയ്തു. ഫ്രാങ്കോയുടെ എഫേർട്ട് എങ്ങനെയായിരുന്നു? ഞങ്ങൾ 6 മാസം വർക്ക് ചെയ്തു ഇതിനു വേണ്ടി മാത്രം. ബോക്സിങ് വർക്ക് പരിപാടി ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് അങ്ങനെ എനിക്കൊന്നും അങ്ങനെ അധികം സിക്സ് പാക്ക് വേണമെന്ന് അങ്ങനെ ഒരു കണ്ടീഷൻ പരിപാടി എനിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ബോക്സിങ് എന്തായാലും മസ്റ്റായിട്ട് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്തായാലും ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളെ കണ്ടിട്ട് പറയാം ബാക്കിയുള്ളത്. എന്തായാലും കാണാം അല്ലേ? കാണാം. തമിഴ്നാട്ടിൽ ദിനങ്ങൾ തുടങ്ങി ഇപ്പോൾ ജിഗാന വരെ നിൽക്കുന്ന സമയത്ത് നസ്ലിൻ എന്ന് പറയുന്ന ഒരാളെ എങ്ങനെയാണ് വീക്ഷിക്കുന്നത്? അല്ലെങ്കിൽ നസ്ലിനുണ്ടായ മാറ്റം നല്ല മാറ്റം? എനിക്കറിയില്ല. ഞാൻ അങ്ങോട്ടും അതേപോലെ തന്നെയാണ് ഞാൻ അവനും കാണുന്നത്, അവനെങ്കിലും കാണുന്നത്. എനിക്കൊരു എന്താ പറയാ, കുറെ സാധനങ്ങൾ ഞാൻ അവൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ ജിങ്കാന ചെയ്യുന്ന സമയത്ത് അവൻ എനിക്ക് കുറെ സാധനങ്ങൾ ഉണ്ട്, അത് കുറച്ചുകൂടി ഇങ്ങനെ പിടിച്ചിട്ടുണ്ടെങ്കിൽ നന്നായിരിക്കും. അങ്ങനെ കുറെ സാധനങ്ങൾ അതൊക്കെ ഞങ്ങൾ വർക്ക് ചെയ്ത് കുറെ എനിക്ക് ചോദിക്കാം. ഞാൻ കണ്ടിട്ടുണ്ട് അവൻ്റെ കുറെ സാധനങ്ങളുണ്ട്. എനിക്കറിയാം, പേഴ്സണലി എനിക്കറിയാം. നിങ്ങൾ കാണാൻ കിടക്കുന്ന ജിങ്കാനയിൽ കുറെ കാര്യങ്ങൾ. അപ്പൊ അതുപോലെ എനിക്ക് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. അങ്ങനെ എന്നാ പോലും എനിക്കറിയില്ല. നല്ല മാറ്റമുണ്ട്. പിന്നെ നല്ല മാറ്റമുണ്ട്. നിങ്ങൾ കാണുന്നതല്ലേ, തണ്ണീർപ്പാത്തിൽ കണ്ട പോലെയാണ് നിങ്ങൾക്ക് കാണുന്നത്. അല്ല, ഒരിക്കലല്ല. അതുകൊണ്ട് തന്നെ നല്ല മാറ്റമുണ്ട്. അത്ര എന്തുവാണ് ഓക്കെ ശിവ, ശരിക്കും ദുഷ്ടൻ എന്ന് എനിക്ക് പറയാൻ തോന്നുന്നു. കാരണം ആ ഹോസ്റ്റലിന്റെ ക്യാരക്ടർ അത്ര നന്നായിട്ട് നമ്മുടെ മനസ്സിൽ ആഴത്തിൽ പതിച്ചിട്ടുണ്ട് അല്ലേ? ഉണ്ടോ? കണ്ടോ പടം? അറിയാണല്ലേ? ഒരു ഗൈഡ് എടുക്കോ? ഓക്കെ, ഹോസ്റ്റലിൽ വരുമ്പോ ജിങ്കാനയിലെ പ്രതീക്ഷ എന്താണ് ശിവ? ആദ്യം തന്നെ താങ്ക് യു സോ മച്ച്. ഇങ്ങനെ ഒരു വേദി പങ്കിടാൻ സാധിച്ചത് വളരെയധികം സന്തോഷം. ഹോസ്റ്റലിന്റെ ചുരുക്കാലിക്ക് വരുമ്പോൾ ഇത് തന്നെയാണ് ഏറ്റവും വലിയ പ്രതീക്ഷ എന്ന് പറയുന്നത്. എന്നെ കാണുമ്പോൾ ദുഷ്ടനുള്ള രീതിക്കാണ് ആൾക്കാരെന്ന് പറയുന്നത്. ഇതിനെപ്പറ്റി കണ്ടാൽ ചിലപ്പോൾ പൊട്ടിക്കാൻ തോന്നുന്നതൊക്കെയാണ്. അപ്പൊ അതുകൊണ്ട് അതൊക്കെ അങ്ങനെ തോന്നുന്നുണ്ടോ ശിവ കണ്ടിട്ട്? ഓക്കെ, അപ്പോൾ ഇതിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു നെഗറ്റീവ് സൈഡ് ഇല്ലാത്തൊരു ക്യാരക്ടറാണ്. പിന്നെ തീർച്ചയായിട്ടും റഹ്മാൻ ഖാലിദ് റഹ്മാൻ എന്ന് പറയുന്ന ഡയറക്ടറിനോട് വർക്ക് ചെയ്യാൻ പറ്റിയത് വളരെയധികം സന്തോഷം. നസ്ലിനും ഞാനും ആദ്യം വേറൊരു പടം അവരുടെ കൂടെ കുറേ കാലത്ത് വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ വേറൊരു സിനിമ ചെയ്യേണ്ട പക്ഷേ അത് എന്തെങ്കിലും സാഹചര്യങ്ങളോട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിൽ ഒരു ഭാഗമാകാൻ സാധിച്ചത് വളരെയധികം സന്തോഷം. ഓക്കെ, ഒരു റിക്വസ്റ്റ് ആണ്. ആക്ച്വലി എനിക്ക് ഡയറക്ടറാണ് ആഗ്രഹം. അപ്പോൾ ഞാൻ പഠിക്കുന്ന മൾട്ടിമീഡിയാണ്. അപ്പോൾ ഞങ്ങളിൽ ഒരു കഥയുണ്ട്, സ്ക്രിപ്റ്റ് ആയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ആ സ്ക്രിപ്റ്റ് ആയിട്ട് കൊണ്ടുവന്നാൽ കേൾക്കാൻ മനസ്സിലാക്കിയോ? നമ്മളൊരു നാട്ടുകാരാണ്. ഞാൻ എല്ലിപ്പുറം ആയത് അവരെ അയൽവാസിയായി ആത്മഹത്യ. ഓക്കെ, എന്തായാലും കഥ കേൾക്കില്ലേ? നല്ല കഥയാണ്. പ്രൊഫഷണലി നിങ്ങൾ ഉറപ്പായിട്ട് കോൺടാക്ട് ചെയ്യൂ. അതെന്തായാലും കേൾക്കും. ഒരു വലിയ പണം ആവട്ടെ. അതാണ് ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
മീനു ചേച്ചി എനിക്കും അറിയില്ല എവിടെ പോയത്. തമിഴ് തെലുഗു എന്നൊക്കെ പറഞ്ഞൊക്കെ പോയത്. ഞാൻ എന്തായാലും പറയാം, എന്നെ ഇഷ്ടം പറയാം. അവളുടെ പേരെന്താ? ഞാൻ എന്തായാലും പറയാം കേട്ടോ. വീണ്ടും ചേച്ചി തിരക്കി നമ്മളും പറഞ്ഞു തരും അല്ലേ? പറയുമോ? ഒന്ന് പറഞ്ഞ് ഞങ്ങൾ ഇവിടെ കാക്കൽ കോളേജിലെ കുട്ടികൾ തിരക്കിയെന്നൊന്ന് പറഞ്ഞുതരാം. വീണ്ടും ചേച്ചി എടുക്കാൻ വീണ്ടും ചേച്ചിക്ക് പറഞ്ഞേക്കാൻ ഇവിടുന്ന് കോളേജിൽ തിരക്കിയുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹലോ, എല്ലാവരുടെയും റിക്വസ്റ്റ് ആയിട്ടുള്ള നെസ്ലിൻ്റെ അടുത്താണ് ചോദിക്കാനുള്ളത്. ഇതുവരെ അഭിനയിച്ച സിനിമകളിൽ ക്രഷ് തോന്നിയ ഒരു ആക്ട്രസോ? ചോദ്യം മനസ്സിലായില്ല. ഇതുവരെ അഭിനയിച്ച സിനിമകളിൽ, അതായത് അഭിനയിച്ച സിനിമകളിൽ ക്രഷ് തോന്നിയിട്ടുള്ള ഒരു ആക്ട്രസ്. പ്രഷറോ? ഞാൻ പ്രഷർ എന്നാണ് അതുകൊണ്ട് ചോദ്യം മനസ്സിലാക്കാൻ പറ്റും. സോറി. ക്രഷ് തോന്നിയിട്ടുള്ളത് ഇതുവരെയുള്ള സിനിമകളിലില്ല. എനിക്ക് ചെറുപ്പത്തിലൊക്കെ ജലീലിനോട് ക്രഷ്. ഈ സിനിമയിൽ തോന്നിയിട്ടുണ്ടോ? ഈ സിനിമയിലോ? ഈ സിനിമയില് ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എന്റെ ക്വസ്റ്റ്യൻ ഡയലോഗാണ്. ഫസ്റ്റ് ഓഫ് ഓൾ കാണാൻ നല്ല ഭംഗിയുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഈ ആലപ്പുഴ ചുങ്കാനെന്ന മൂവിയിൽ എങ്ങനത്തെ ക്യാരക്ടറാണ്, എങ്ങനെയാണ് പ്ലേ ചെയ്തിട്ടുണ്ടാവുക, അവിടുത്തെ സ്ഥലങ്ങൾ എങ്ങനെയുണ്ടായിരുന്നു, ആ കുറിച്ചൊക്കെ ഒന്ന് പറയാം. ഓക്കെ, സോ ഞങ്ങളിത് ഷൂട്ട് ചെയ്തത് എൻ്റെയും നന്ദയുടെയും പോർഷൻസ് ഞങ്ങൾ ഷൂട്ട് ചെയ്തത് മോസ്റ്റ്ലി ആലപ്പുഴ തന്നെയായിരുന്നു. ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ പ്ലേസ് ആസ് യു ഓൾ നോ. നല്ല ബാക്ക് ആലപ്പുഴ കയറി. ഓക്കെ, ഞങ്ങളുടെ കൂടെ തന്നെ വർക്ക് ചെയ്ത വേറൊരു ആക്ട്രസ് ഉണ്ട്, അനഘ എന്നാണ് പേര് ആളുടെയും. സോ വി വുഡ് ലൈക്ക് ടു റിമെമ്പർ ഹർ ഓൾസോ ഹിയർ. ഷീ ഈസ് നോട്ട് ഹിയർ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പോൾ എല്ലായിടത്തും ഞങ്ങളോട് ഇതന്നെയാണ് ചോദിക്കുന്നത്, that how was our experience. I don't think anyone will say it was a bad experience because these are a bunch of amazing artists, very hardworking as you saw in the making. Have you seen the making video? Kaladraman's ഒരു making video ഉണ്ടായിരുന്നു. Did you see it? When you see that, you know that these people have worked very hard. അപ്പോൾ ഇവരെ കൂടെ വർക്ക് ചെയ്യാൻ പ്രൊഫഷണലി ഇറ്റ് വാസ് എ വണ്ടർഫുൾ എക്സ്പീരിയൻസ്. എൻ്റെ പേര് ഉത്ര, ഞാൻ കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റിലാണ്. എനിക്ക് പ്രായം കുറിച്ചാണ് ചോദിക്കുന്നത്. അഭിനയിച്ച സിനിമകളിൽ ഏറ്റവും സ്പെഷ്യലും അപ്പോൾ ഫേവറേറ്റ് ആയിട്ട് തോന്നിയ സിനിമ? എനിക്ക് പറയുകയാണെങ്കിൽ തണ്ണിമത്തൻ ഭയങ്കര സ്പെഷ്യലാണ്. ഗോഡ് ഫാദറാണ് സിനിമയിൽ. പിന്നെ പറയുകയാണെങ്കിൽ ഈ പടമാണ് എനിക്ക് തന്നെയാണ് അവസരം എന്ന് പറയുന്നത്. ഞാനീ പറഞ്ഞ 2019 തണ്ണിമത്തൻ കഴിഞ്ഞപ്പോൾ മെസ്സേജ് അയച്ചിട്ടതാണ് ആൾക്ക്. അപ്പോൾ ആളുടെ ഒരു വിളി വന്ന് എനിക്ക് ഇപ്പോഴാണ് അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ജിങ്കാന എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. എൻ്റെ 10ാമത്തെ പടമാണ് ജിങ്കാന. അതുകൊണ്ട് തന്നെ അതൊരു നല്ലൊരു എൻട്രി ഉണ്ടെന്ന് എനിക്ക് നിങ്ങൾ കണ്ടിട്ട് പറ. എൻ്റെ ക്യാരക്ടറുടെ പേര് ഷിഫാസ് അലി എന്നാണ്. വേറെ പേര് കൂടി ചെറുതെന്നാണ്. കണ്ടു നോക്കും, നിങ്ങൾ കണ്ടിട്ട് പറ. അപ്പോൾ പറഞ്ഞ് മനസ്സിലാവും ഞാൻ എന്തുകൊണ്ടാണ് ഇത് സ്പെഷ്യൽ എന്ന് പറയുന്നത്, എന്തുകൊണ്ടാണ് എനിക്ക് മനസ്സിലാവും. പക്ഷേ ഇത് തന്നെയാണ് സ്പെഷ്യൽ ജിങ്കാന. പാട്ട് നന്നായിട്ട് പാടി അഭിനയിക്കുകയും ചെയ്തു. ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ അല്ല, സീരിയസ്ലി പറഞ്ഞു, നമ്മളൊരു ആർട്ടിസ്റ്റ് ചെയ്യുമ്പോൾ അതൊരു ആക്ട്രസിൽ കോപ്പറേറ്റീവ് ആകുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ബോർഡിങ് പരിപാടി അത്ര. ആകാശ് അല്ലേ? ആകാശ് ഉണ്ടാ. ഓക്കെ, ആകാശ് നസ്ലിൻ്റെ ഒരു കോപ്പറേറ്റ് തരാൻ വേണ്ടി ഒരാളുടെ കൊടുത്തിട്ടുണ്ട്. ഓ നൈസ്, ഗംഭീരമായിട്ട് വരച്ചിട്ടുണ്ട് ആകാശ്. ഓക്കെ, അടിപൊളിയല്ലേ? അടിപൊളി. ആകാശ് പാടുമോ? ആകാശ് പാടുമോ? ഇല്ല, ഉറപ്പാ? ഓക്കെ, നമുക്ക് ഏകദേശം വൈൻഡപ്പ് ചെയ്യാനുള്ള ഒരു സമയം കൂടി ആയിട്ടുണ്ടായിരുന്നു. ബേബി പ്ലീസ് 2 ലൈൻ, ജസ്റ്റ് പ്ലീസ്, ജസ്റ്റ് 2 ലൈൻ, ജസ്റ്റ് 2 ലൈൻ പ്ലീസ്. അതെന്താ പറയുക, നമുക്ക് പാടരുത് പരിപാടി, കോപ്പറേറ്റ് പരിപാടി പറഞ്ഞിട്ടുണ്ട്.
അതുകൊണ്ട് ഉള്ള പ്രശ്നമാണ്. വേറെ ഏതെങ്കിലും 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 ആ അങ്ങനെ ഒറ്റൂലേ പ്ലീസ് എല്ലാവർക്കും വേണ്ടി അല്ലേ പ്ലീസ് ഇവിടെ വന്നത് മുതൽ അവർക്ക് എക്സ്പെക്ട് ചെയ്തതാണോ വേണ്ട ഒറ്റൂലേ കേൾക്കണം വേണം എന്നുള്ളത് പ്ലീസ് അല്ല ഒരു കാര്യം പറഞ്ഞാൽ പ്ലീസ് ഏതെങ്കിലും ബേബിയുടെ ഫേവറിറ്റോ അല്ലെങ്കിൽ പാടുകയാണെങ്കിൽ നെസ്ലിം എല്ലാവരും ഡാൻസ് കളിക്കണം. ഓക്കെ ഓക്കെ നമുക്ക് അതിലേക്ക് പോകുന്നതിന് മുമ്പ് ബേബി ബ്രോ ഓക്കെയോ? രണ്ട് സ്റ്റെപ്പ് അല്ലേ ലാസ്റ്റ് രണ്ട് സ്റ്റെപ്പ് ഓക്കെ റെഡി എല്ലാ ശൂരമണിയുടെ പാടുണ്ട്. ആ പാടിക്കോ ഡാൻസ് കളിക്കോ? കളിക്കോ ഈ പാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേഗം വീട്ടിൽ പോവാം. ഞാൻ പാട്ട് പറഞ്ഞ നിങ്ങൾ കേൾക്കോ? റാപ്പൊന്നുമല്ല, റാപ്പ് കേൾക്കാനാണോ എല്ലാവരും? വേറെ പാട്ടൊന്നും കേൾക്കില്ല. റാപ്പിന് എന്റെ പാട്ട് യൂട്യൂബിൽ പോയി കഴിഞ്ഞാൽ കേൾക്കാം. അല്ലെങ്കിൽ കോൺസേർട്ടിന് ടിക്കറ്റ് എടുത്തു ഞാൻ വേറെ പാട്ട് വേണം. മ്യൂസിക് കളിക്കോ? ഏതാ പാട്ട്? സത്യജീവമാർഗമാണോ ദൈവം പോരാ അവപിതാവേ ദൈവമേ അവിടുത്തെ രാജ്യം വരേണമേ അങ്ങേ തിരുവിധം ഭൂമിയിൽ എന്നെന്നും നിറവേറ്റിടേണമേ വാ മലയെ ചെലവില കുളങ്ങിന് തിരിച്ചവിടേ മനസ്സിന്റെ മടുക്കുന്ന മടുപ്പ മനസ്സിലധികേ സുരവാഹിനി മതിമോഹിനി എവിടെ ഏകാന്ത സ്വപ്നത്തിൽ തേരേറിവാ പൂത്തു നിൽക്കും പൊൻകിനാവിൻ വസന്തം വസതിവാ ഉല്ലാസ പൂത്തിരികൾ കണ്ണിലടിക്കണമേ കണ്ണിലടിക്കണമേ താളം വീഴേ താളം വീഴേ ചെങ്കടലിൽ നീയു മരതളിച്ചു മരുവിൽ മക്കളു മണ്ണൊഴിച്ചു എരികളിലേകടലായി ഇരുളിൽ സ്നേഹനാളമായി ശീലായി മാമലമുകളിൽ പ്രവാഹങ്ങൾ പകർന്നേരി ചെങ്കടലിൽ നീയു മരതളിച്ചോടാ മേഘത്തടലായി സ്നേഹനാളമായി സീതായ് മാമലമുകളിൽ പ്രമാണങ്ങൾ പകർന്നേടി അവവിരാവേ ദൈവമേ അവിടുത്തെ രാജ്യം വരേണമേ അങ്ങേ തിരുവിധം നിറവേറിടേണമേ ഇസ്രായേലിൻ